Listen, last class we are discussing the portion be safe. Then accidents, about accidents. Accidents can happen anywhere. Anil slipped while playing and hurt his leg. Meera fell down the stairs and broke her arm. Jay was helping his mother peel vegetables when he cut his finger. These are all accidents. Accidents happen suddenly. We says about accidents. Accidents happen anywhere at any time. And we should avoid accidents. We must follow the safety rules. നമ്മൾ ആക്സിഡൻസ് ഒഴിവാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കുറേ സേഫ്റ്റി റൂൾസ് ഫോളോ ചെയ്യണം എന്നാണ് നമ്മൾ ലാസ്റ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? ആൻഡ് സേഫ്റ്റി റൂൾസിനെ കുറിച്ചും പറഞ്ഞു. ഓൺ ദ റോഡ് ആൻഡ് ഓൺ ദ ഹോം. രണ്ട് സേഫ്റ്റി റൂൾസുകളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അബൌട്ട് ദ സേഫ്റ്റി റൂൾസ് ഓൺ ദ റോഡ്. വാട്ട് ആർ ദ സേഫ്റ്റി റൂൾസ് ഓൺ ദ റോഡ്? എന്തൊക്കെയാണ് റോഡിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട സേഫ്റ്റി റൂൾസ്? എന്തൊക്കെയാണ് ടോഷിൻ? അൺമ്യൂട്ട് ചെയ്ത് ടോഷിൻ. ടോഷിൻ ഓക്കെ. എന്തൊക്കെയാണ് നമ്മൾ റോഡിൽ ഫോളോ ചെയ്യേണ്ട സേഫ്റ്റി റൂൾസ്? ഏതൊക്കെയാണ് ടോഷിൻ? റോഡ് ഏതൊക്കെയാണ്? What are the safety rules should be followed on the road? don't play in road. Then cross the road only at the zebra crossing. okay, cross the road only at the zebra crossing. Zebra crossing മാത്രം റോഡ് ക്രോസ് ചെയ്യാം. Then next, Park on the footpath or on the safe side of the road. okay, only walk on the footpath or the safe side on the road. Then Before crossing, look before crossing, look to your right, then left, and then again left right. and Okay, Mola Benita. Okay. Then these are the safety rules should be followed on the road are walk only the footpath and the safe side on the road and cross the road only at the zebra crossing. Before crossing, look at your right, left and then right again and cross the road. Then when riding a bicycle, keep to your left. Do not ride a cycle on the main road. എന്ത് ചെയ്യുക? സൈക്കിൾ ഓടിച്ചു പോകുന്ന സമയത്ത് എപ്പോഴും ലെഫ്റ്റ് സൈഡിലൂടെ മാത്രം പോവുക. ഒരിക്കലും ഒരു റോഡിന്റെ നടുവിലെ കൂടെ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല? സൈക്കിൾ ഓടിച്ചു പോകാൻ വേണ്ടി പാടില്ല. Then do not get into or get off a moving bus. Do not get into or get off a moving bus. ഓടുന്ന ബസ്സിൽ നിന്ന് ഒരിക്കലും എന്ത് ചെയ്യരുത്? ചാടി കയറുകയോ ചാടി ഇറങ്ങുകയോ ചെയ്യരുത്. Okay. These are the safety rules should be followed on the road. And the next is safety rules at the home. എന്തൊക്കെയാണ് വീടുകളിൽ നിന്ന് നമ്മൾ ഫോളോ ചെയ്യേണ്ട സേഫ്റ്റി റൂൾസ് എന്നാണ്. Then do not leave your toys and bags and shoes on the floor. Someone may trip over them and fall. എന്ത് ചെയ്യണം? നമ്മുടെ സാധനങ്ങളൊന്നും അല്ലേ, നമ്മുടെ ടോയ്സും ബാഗും ഇതൊന്നും എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല? നമ്മൾ തറയിൽ ഇട്ടിട്ട് പോകാൻ വേണ്ടി പാടില്ല. Someone may trip over that things and they will fall അല്ലേ? ആരെങ്കിലും അതിൽ തട്ടി വീഴാനുള്ള ചാൻസസ് ഉണ്ട്. Then be very careful while using sharp things like knives, blades or scissors. കത്തി, കത്രിക, ബ്ലേഡ് തുടങ്ങിയ സാധനങ്ങൾ കൊണ്ട് കളിക്കുമ്പോൾ എന്ത് ചെയ്യണം? നല്ല കെയർഫുൾ ആയിരിക്കണം അല്ലേ? Otherwise we will
ഹേർട്ട് അല്ലേ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വേദന ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ കൈകളിൽ ഇഞ്ചുറീസ് അല്ലേ, നമ്മൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്ത് കളിച്ചാൽ ഇഞ്ചുറീസ് ഉണ്ടാകും. ദെൻ ഹോൾഡ് കാൻഡിൽസ് ഓർ മാച്ചസ് എവേ ഫ്രം യുവർ സെൽഫ് വൈൽ ലൈറ്റിംഗ് ദം. മെഴുകുതിരിയും എന്താണ് തീപ്പെട്ടിയും ഒക്കെ കത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ അടുത്ത് നിന്ന് മാക്സിമം അതിനെ മാറ്റി ദൂരെ വെക്കണം. ദെൻ ഡു നോട്ട് ടച്ച് ഹോട്ട് പാൻസ് ഓർ ബോയിലിംഗ് വാട്ടർ. ചൂടുള്ള പാത്രങ്ങളോ തിളക്കുന്ന വെള്ളമോ ഒന്നും പോയി തൊടാൻ വേണ്ടി പാടില്ല. ദെൻ ഡു നോട്ട് ടച്ച് ഇലക്ട്രിക്കൽ ഗാഡ്ജറ്റ്സ് ഓർ സ്വിച്ചസ് വിത്ത് വെറ്റ് ഹാൻഡ്സ്, യു മേ ഗെറ്റ് എ ഷോക്ക്. എന്ത് ചെയ്യരുത്, ഇലക്ട്രിക്കൽ സാധനങ്ങളൊന്നും അല്ലേ, കറണ്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സ്വിച്ചും സാധനങ്ങളും ഒന്നും നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല, നനഞ്ഞ കൈകൾ കൊണ്ട് തൊടാൻ വേണ്ടി പാടില്ല. ആൻഡ് ഇഫ് വി ടച്ച് വി ഗെറ്റ് എ ഷോക്ക്. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒരു ഷോക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അല്ലേ, നമുക്ക് ഷോക്ക് ഏൽക്കാം. നമ്മൾ അങ്ങനത്തെ നനഞ്ഞ കൈകൾ കൊണ്ട് ഇതൊക്കെ തൊടുകയാണെങ്കിൽ ഷോക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഡു നോട്ട് പുട്ട് പില്ലോ കവേഴ്സ് ഓർ പ്ലാസ്റ്റിക് ബാഗ്സ് ഓവർ യുവർ ഹെഡ്. തലയിൽ കൂടെ പില്ലോ കവറും പ്ലാസ്റ്റിക് ബാഗും ഒന്നും കൊണ്ടിടരുത്. നമുക്ക് എന്ത് ചെയ്യാം, ശ്വാസം മുട്ടൽ ഉണ്ടായിട്ട് പ്രോബ്ലം ആകാം. എഡ്വിൻ, എന്താണ് മോനെ വീഡിയോ ഓൺ ചെയ്യാത്തേ? ഷുഡ് ഫോളോ ഓൺ ദ പ്ലേ ഗ്രൗണ്ട്. അതൊന്ന് വായിച്ചേ. എന്തൊക്കെ സേഫ്റ്റി റൂൾസ് ആണ് നമ്മൾ എവിടെ ഫോളോ ചെയ്യേണ്ടത്? പ്ലേ ഗ്രൗണ്ടിൽ. നമ്മൾ ഗ്രൗണ്ടിൽ കളിക്കുന്ന സമയത്ത് ഫോളോ ചെയ്യേണ്ട സേഫ്റ്റി റൂൾസ് എന്തൊക്കെയാണ്? വാട്ട് ആർ ദ സേഫ്റ്റി റൂൾസ് ഷുഡ് ബി ഫോളോഡ് ഓൺ ദ പ്ലേ ഗ്രൗണ്ട്? അതൊന്ന് വായിച്ചേ എഡ്വിൻ. On the playground, wait for your turn at a swimming or at the seesaw. Do not push others. Wait for your turn at the swing or at the seesaw. Do not push others. Then next, Take care not to hurt anyone while എന്താണ് ടേക്ക് കെയർ നോട്ട് ഹേർട്ട് എനിവൺ വൈൽ പ്ലേയിങ് എ ഗെയിം ലൈക്ക് ഫുട്ബോൾ. അതൊരു സെന്റൻസ് ആണ്. ദെൻ നെക്സ്റ്റ്, learn and follow the rules of whichever games you play. ലേൺ ആൻഡ് ഫോളോ ദ റൂൾസ് ഓഫ് വിച്ച് എവർ ഗെയിംസ് യു പ്ലേ. എന്താണ്? These are the safety rules should be followed on the playground when we play in a ground. നമ്മൾ ഒരു ഗ്രൗണ്ടിൽ കളിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട സേഫ്റ്റി റൂൾസ് എന്തൊക്കെയാണ് എന്നാണ് പറഞ്ഞത്. അതായത് ലിസൺ, wait for your turn at the swing or at the seesaw. Do not push others. എന്താണ്? നമ്മളൊരു സ്വിങ്ങിലോ സീസോയിലോ കളിക്കുന്ന സമയത്ത് അല്ലേ, സ്വിങ് എന്താണ്? നമ്മുടെ ഊഞ്ഞാൽ അല്ലേ, സ്വിങ്. ദെൻ സീസോ, നിങ്ങൾക്കറിയാലോ സീസോ എന്താണ്, നമ്മുടെ സ്കൂളിലും ഉണ്ട് അല്ലേ സീസോ. ആൻഡ് സീസോയിലോ സ്വിങ്ങിലോ നമ്മൾ കളിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ടേണിന് വേണ്ടി വെയിറ്റ് ചെയ്യണം അല്ലേ, അതായത് നമ്മുടെ ചാൻസ് വരുന്നത് വരെ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യണം. ദെൻ ഡു നോട്ട് പുഷ് അതേഴ്സ്. മറ്റുള്ളവരെ തള്ളി ഇടിച്ച് നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ കയറി പോകാൻ വേണ്ടി പാടില്ല. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മുടെ ചാൻസസ് എപ്പോഴാണോ വരുന്നത് അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യാം. അല്ലാതെ മറ്റുള്ളവരെ തള്ളിയിട്ടിട്ടൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല, സ്വിങ്ങിലോ സീസോയിലോ ഒന്നും കയറാൻ വേണ്ടി പാടില്ല. ദെൻ ടേക്ക് കെയർ നോട്ട് ടു ഹേർട്ട് എനിവൺ വൈൽ പ്ലേയിങ് എ ഗെയിം ലൈക്ക് ഫുട്ബോൾ. എന്ത് ചെയ്യണം? കളിക്കുമ്പോഴെപ്പോഴും ശ്രദ്ധിച്ച് മാത്രമേ കളിക്കാൻ വേണ്ടി പാടുള്ളൂ. മറ്റുള്ളവരെ നമ്മൾ എന്താണ് മോളെ ജൂലിയറ്റ്? മിസ് പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് കട്ടാവുന്നുണ്ട്. കട്ടാവുന്നുണ്ടോ? എല്ലാവർക്കും ഉണ്ടോ? ഉണ്ടോ മക്കളെ? നോ, ഇല്ല. മോളെ ജൂലിയറ്റ്, അത് അവിടുത്തെ പ്രോബ്ലം ആയിരിക്കും കേട്ടോ. എന്താണ്? വെയിറ്റ് ഫോർ യുവർ ടേൺ അറ്റ് ദ സ്വിങ് ഓർ അറ്റ് ദ സീസോ. ഡു നോട്ട് പുഷ് അതേഴ്സ്. എന്ത് ചെയ്യണം? കളിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ചാൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. മറ്റുള്ളവരെ തള്ളിയിട്ടിട്ടൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല, കയറിപ്പോവാൻ വേണ്ടി പാടില്ല. ആൻഡ് ദെൻ ടേക്ക് കെയർ നോട്ട് ടു ഹേർട്ട് എനിവൺ വൈൽ പ്ലേയിങ് എ ഗെയിം ലൈക്ക് ഫുട്ബോൾ. നമ്മൾ എന്തെങ്കിലും ഗെയിം കളിക്കുന്ന സമയത്ത് അല്ലേ, മറ്റുള്ളവരെ
വേദനിപ്പിക്കാതെ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടി. അതായത് ഫുട്ബോളൊക്കെ കളിക്കുമ്പോൾ എന്താണ്, നമ്മൾ മറ്റുള്ളവർക്ക് വേദന ഉണ്ടാകുന്ന രീതിയിൽ അവരെ ഇടിക്കാനും ഒക്കെ ചാൻസസ് ഉണ്ട് അല്ലേ. അപ്പൊ അതൊക്കെ നന്നായി കെയർ ചെയ്തിട്ട് വേണം നമ്മൾ ഗെയിം കളിക്കാൻ. നമ്മൾ കളിക്കുന്ന സമയത്ത് വേറൊരാൾക്ക് ഇഞ്ചുറീസ് ഉണ്ടാകുന്ന രീതിയിൽ, നമ്മൾ അവരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ കളിക്കാൻ വേണ്ടി പാടില്ല. നന്നായിട്ട് കെയർ ചെയ്തിട്ട് മാത്രമേ എന്ത് ഗെയിമും നമ്മൾ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ദെൻ ലേൺ ആൻഡ് ഫോളോ ദ റൂൾസ് ഓഫ് വിച്ച് എവർ ഗെയിം യു പ്ലേ. നമ്മൾ ഏതൊരു ഗെയിം പ്ലേ ചെയ്യുന്നതിന് മുമ്പും എന്തൊക്കെയാണ് അതിൻ്റെ റൂൾസ്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് പ്ലേ ചെയ്യുക, എന്തൊക്കെയാണ് അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്നൊക്കെ നമ്മൾ അറിഞ്ഞിട്ട് വേണം ചെയ്യാൻ വേണ്ടി. നമ്മൾ ഏത് ഗെയിം കളിക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ നന്നായി അറിഞ്ഞിട്ട് മാത്രമേ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ അല്ലേ. പ്രോപ്പറായിട്ട് എങ്ങനെയാണ് ഒരു ഗെയിം ചെയ്യാന്നുള്ളത് നമുക്ക് അറിയില്ലെങ്കിൽ എന്ത് പറ്റും, അപകടങ്ങൾ ഉണ്ടാവും അല്ലെ, ഇഞ്ചുറീസ് ഉണ്ടാകും. അതുകൊണ്ട് അതിനുള്ള ചാൻസസ് ഒന്നും ഉണ്ടാക്കരുത്. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, നന്നായിട്ട് ഓരോ ഗെയിമിൻ്റെയും റൂൾസ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിട്ട് മാത്രമേ കളിക്കാൻ വേണ്ടി പാടുള്ളൂ. ഓക്കെ, ദെൻ വി സ്റ്റഡി അബൌട്ട് ദ സേഫ്റ്റി റൂൾസ് ഷുഡ് ബി ഫോളോഡ് ഓൺ ദ റോഡ്, അറ്റ് ദ ഹോം ആൻഡ് ഓൺ ദ പ്ലേ ഗ്രൗണ്ട്. നമ്മൾ ഇത് 3 എണ്ണമാണ് പഠിച്ചത് അല്ലേ, സേഫ്റ്റി റൂൾസ്. നമ്മൾ റോഡിലെ കൂടെ പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട സേഫ്റ്റി റൂൾസ്, അതുകൂടാതെ നമ്മൾ വീടുകളിൽ ശ്രദ്ധിക്കേണ്ട സേഫ്റ്റി റൂൾസ്. ദെൻ ലാസ്റ്റ് ദ സേഫ്റ്റി റൂൾസ് ഷുഡ് ബി ഫോളോഡ് ഓൺ ദ റോഡ്. ലാസ്റ്റ് വൺ റിലു ഓൺ ദ പ്ലേ ഗ്രൗണ്ട്. അതൊന്ന് വായിച്ചു മോളെ. ദ സേഫ്റ്റി റൂൾസ് ഷുഡ് ബി ഫോളോഡ് ഓൺ ദ പ്ലേ ഗ്രൗണ്ട്. Wait for your turn at the swing or at the seesaw. Do not push others. Take care not to hurt anyone while playing a game like football. Learn and follow the rules of whichever games you play. Learn and follow the rules of whichever games you play. നിങ്ങൾ ഏത് ഗെയിമാണോ കളിക്കുന്നത് അതിൻ്റെ റൂൾസ് ഒക്കെ നന്നായി മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ കളിക്കാൻ വേണ്ടിയിട്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ടോഷിൻ ഓൺ ദ പ്ലേ ഗ്രൗണ്ട് ഒന്ന് വായിച്ചു. ടോഷിൻ ഓൺ ദ പ്ലേ ഗ്രൗണ്ട്, ദ റൂൾസ് ഷുഡ് ബി ഫോളോഡ് ഓൺ ദ പ്ലേ ഗ്രൗണ്ട്. Went for your or at the seesaw. Do not push others. Take care not to hurt anyone while playing a game like football. Learn and follow the rules of whichever games you play. Okay, these are the safety rules should be followed on the playground. Wait for your turn at the swing or at the seesaw. Do not push others. നമ്മുടെ ചാൻസിന് വേണ്ടി നമ്മൾ എപ്പോഴും വെയിറ്റ് ചെയ്യണം അല്ലെ. മറ്റുള്ളവരെ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല, തള്ളി മാറ്റിയിട്ട് നമ്മൾ പോവാൻ വേണ്ടി പാടില്ല. Then take care not to hurt anyone while playing a game like football. ഫുട്ബോൾ ഒക്കെ പോലെയുള്ള ഗെയിമുകൾ കളിക്കുമ്പോൾ മറ്റുള്ളവർക്ക് അവരെ വേദനിപ്പിക്കാത്ത രീതിയിൽ വേണം നമ്മൾ കളിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അവരെ എന്ത് ചെയ്യാൻ പാടില്ല, ഹേർട്ട് ചെയ്യാൻ വേണ്ടി പാടില്ല. Then learn and follow the rules of whichever games you play. നമ്മളൊരു ഗെയിം കളിക്കുന്നതിന് മുമ്പ് അതിൻ്റെ എല്ലാ റൂൾസും റെഗുലേഷനും നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. ഓക്കെ, സേഫ്റ്റി റൂൾസിനെ കുറിച്ചാണ് നമ്മൾ റോഡിൽ ഫോളോ ചെയ്യേണ്ട സേഫ്റ്റി റൂൾസിനെ കുറിച്ചും ദെൻ ഹോമിൽ ഫോളോ ചെയ്യേണ്ടുന്ന കുറച്ച് സേഫ്റ്റി റൂൾസ് ആൻഡ് ദെൻ നൗ ദ സേഫ്റ്റി റൂൾ ഷുഡ് ബി ഫോളോഡ് ഓൺ ദ റോഡ് ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ദ സേഫ്റ്റി റൂൾ ഷുഡ് ബി ഫോളോഡ് ഇൻ ദി ക്ലാസ് റൂം. നമ്മൾ ഒരു ക്ലാസ് റൂമിൽ ഇരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടുന്ന കുറേ സേഫ്റ്റി റൂൾസിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. നമ്മൾ ക്ലാസ് റൂമിലായിരിക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, കുറേ സേഫ്റ്റി റൂൾസ് ഫോളോ ചെയ്യാനുണ്ട്. എന്താണ്, ക്ലാസ് റൂമിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ആക്സിഡൻസ് ഒക്കെ സംഭവിക്കാറുണ്ട് അല്ലേ. കുട്ടികൾ മിക്കപ്പോഴും ക്ലാസ്സുകളിൽ നിന്ന് വീഴുക, പൊട്ടുക, അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ വരാറുണ്ട്. അപ്പൊ നമ്മൾ സ്കൂളിലായിരിക്കുമ്പോഴും കുറേ സേഫ്റ്റി റൂൾസ് ഫോളോ ചെയ്യാനുണ്ട്. അതെന്തൊക്കെയാണ് എന്നാണ് പറയുന്നത്.
in the classroom. These are the safety rules should be followed in the classroom. നമ്മുടെ ക്ലാസ് റൂമിൽ ഫോളോ ചെയ്യേണ്ട സേഫ്റ്റി റൂൾസ് എന്തൊക്കെയാണ്? Do not sharpen pencils with a blade. You might get hurt. നമ്മൾ ഒരിക്കലും പെൻസിൽ എന്തുകൊണ്ട് ഷാർപ്പ് ചെയ്യാൻ വേണ്ടി പാടില്ല? ബ്ലേഡ് കൊണ്ട് ഒരിക്കലും പെൻസിൽ ഷാർപ്പ് ചെയ്യാൻ വേണ്ടി പാടില്ല എന്നാണ് പറയുന്നത് അല്ലേ? ചില ആൾക്കാർ എന്ത് ചെയ്യും? ബ്ലേഡ് എടുത്തിട്ട് പെൻസിൽ ഷാർപ്പ് ചെയ്യാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങളുടെ കൈ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇഞ്ചുറീസ് ഉണ്ടാവുന്നത് കൊണ്ടാണ് പറയുന്നത് അല്ലേ? അല്ലാതെ പെൻസിൽ കൊണ്ട് എന്താണ് മോനെ സിദ്ധാന്ത്? എന്താണ് മോനെ? നമ്മുടെ സിദ്ധാന്തിന്റെ ഏട്ടന്റെ കൈ എങ്ങനെ ബ്ലേഡ് കൊണ്ട് പെൻസിൽ ഷാർപ്പ് ചെയ്തപ്പോ മുറിഞ്ഞു അല്ലേ? ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത് പെൻസിൽ ബ്ലേഡ് വെച്ചിട്ട് ഷാർപ്പൻ ചെയ്യാൻ വേണ്ടി പാടില്ല. ഓൺലി യൂസ് ദ ഷാർപ്നർ. എപ്പോഴും നിങ്ങൾ എന്ത് യൂസ് ചെയ്യണം? ഷാർപ്നർ യൂസ് ചെയ്യണം അല്ലേ? ബ്ലേഡ് കൊണ്ട് പെൻസിൽ ഷാർപ്പൻ ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ കയ്യിൽ ഇഞ്ചുറീസ് ഉണ്ടാകാം അല്ലേ? യു വിൽ മേ ഹർട്ട്. നിങ്ങൾക്ക് വേദന ഉണ്ടാകാം. അതുകൊണ്ടാണ് എപ്പോഴും ഓൾവേസ് യൂസിങ് ഷാർപ്നർ ടു ഷാർപ്പൻ ദ പെൻസിൽസ്. അപ്പോൾ ഫസ്റ്റ് സേഫ്റ്റി റൂൾസ് അതാണ്. Do not sharpen pencils with a blade. You might get hurt. Use a sharpener. എപ്പോഴും എന്ത് ചെയ്യണം? ഷാർപ്പനർ യൂസ് ചെയ്യണം അല്ലേ? Then do not rock your chair or climb onto desk. എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല? നിങ്ങളുടെ ചെയർ എന്ത് ചെയ്യുക? റോക്ക് ചെയ്യാനോ ഡെസ്കുകളുടെ ഒക്കെ മുമ്പിൽ ക്ലൈംബ് ചെയ്ത് കയറാനോ വേണ്ടി പാടില്ല. അതായത് നിങ്ങളുടെ ചെയർ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുകയും അതിൻ്റെ കയറ് അത് കുലുക്കിയിടാൻ നോക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഡെസ്കിൻ്റെ ഒക്കെ മുകളിൽ കയറിയിരിക്കാനോ ഒന്നും പാടില്ല അല്ലേ? ചെയറും ഡെസ്കും ഒക്കെ എന്തായിരിക്കണം? എപ്പോഴും പ്രോപ്പറായിട്ട് മാത്രമേ വെക്കാൻ വേണ്ടി പാടുള്ളൂ. സോ ഡു നോട്ട് റോക്ക് യുവർ ചെയർ ഓർ ക്ലൈംബ് ഓൺ ടു ഡെസ്ക്. ഡെസ്കിൻ്റെ മുകളിൽ കയറുകയോ കസേര അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് മാറ്റാനോ ഒന്നും പാടില്ല. ദെൻ ഡു നോട്ട് റൺ എറൗണ്ട് ദ ക്ലാസ് റൂം. എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് അല്ലേ? ഡു നോട്ട് റൺ എറൗണ്ട് ദ ക്ലാസ് റൂം. എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല? ക്ലാസ് റൂമിൻ്റെ അകത്തുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കരുത് എന്നാണ് പറയുന്നത്. ഓടിക്കളിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യാം? യു മേ ഫോൾ ആൻഡ് യു വിൽ ബി ഇൻജുവേർഡ് അല്ലേ? നിങ്ങൾ നിലത്ത് വീഴാം, നിങ്ങൾക്ക് ഇഞ്ചുറീസ് ഉണ്ടാകാം. അതുകൊണ്ടാണ് പറയുന്നത് എന്ത്? ഡു നോട്ട് റൺ എറൗണ്ട് ഇൻ ദി ക്ലാസ് റൂം. ക്ലാസ് റൂമിൻ്റെ അകത്തുകൂടെ ഓടി കളിക്കാൻ വേണ്ടി പാടില്ല എന്ന്. So we studied some safety rules should be followed on the road, at home, on the playground, on the classroom. അല്ലേ? ഇത്രയുമാണ് നമ്മൾ പഠിച്ചത്. നമ്മൾ ക്ലാസ് റൂമിൽ ഫോളോ ചെയ്യേണ്ട കുറച്ച് സേഫ്റ്റി റൂൾസ്, നമ്മൾ വീട്ടിലാണെങ്കിൽ ഫോളോ ചെയ്യേണ്ട സേഫ്റ്റി റൂൾസ്, നമ്മളൊരു റോഡിലെ കൂടെ പോവുകയാണെങ്കിൽ ഫോളോ ചെയ്യേണ്ട സേഫ്റ്റി റൂൾസ്, ആൻഡ് ദെൻ the safety rules should be followed at home. അല്ലേ? The safety rules in the classroom. ഒന്ന് വായിച്ചേ മോനെ അജ്സൽ. What are the safety rules should be followed on the classroom? Unmute ചെയ്തേ. ഓക്കെ, വായിച്ചോ മോനെ. ടീച്ചർ എവിടുന്നാട്ടോ? In the classroom. Do not sharpen pencil with a Blade. You might hurt. Use a sharper. Do not rock your chair or climbed onto these desks. Do not run around the classroom. Okay, do not sharpen pencils with a blade. You might get hurt. എന്ത് ചെയ്യണം? ബ്ലേഡ് കൊണ്ടൊരിക്കലും പെൻസിൽ ഷാർപ്പൻ ചെയ്യാൻ വേണ്ടി പാടില്ല. ഓൾവേസ് യൂസ് ഷാർപ്പനർ ആൻഡ് do not rock your
chair or climb onto desk. Then do not run around the classroom. ക്ലാസ്റൂമിന്റെ അകത്തുകൂടെ ഓടി കളിക്കരുത്. ടേബിളിന്റെയും ചെയറിന്റെയും ഒന്നും മുകളിൽ കയറാനോ വലിക്കാനോ നീക്കാനോ ഒന്നും പാടില്ല. ആൻഡ് ഓൾവേസ് യൂസ് ഷാർപ്പനർ അല്ലെ, എപ്പോഴും നമ്മൾ പെൻസിൽ ഷാർപ്പൻ ചെയ്യാൻ വേണ്ടി ഷാർപ്പനർ തന്നെ യൂസ് ചെയ്യാം കേട്ടോ. ദെൻ എന്താണ്, ചെറിയൊരു പോർഷനും കൂടി ഉണ്ട്, ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു പോർഷനും കൂടിയാണ് ഇനി ഈ ചാപ്റ്ററിൽ ഉള്ളത്. പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം നമുക്ക് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ദെൻ എന്താണ് ഫസ്റ്റ് എയ്ഡ് എന്നുള്ള ചെറിയൊരു പോർഷനും കൂടിയാണ് ഇനി ഇതിലുള്ളത്. അത് നമുക്ക് ഒരു കാര്യം ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം.